ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ നമ്മുടെ ശിവരാത്രിയുടെ തലേ ദിവസം എടുത്തതാണ്. അപ്പോൾ രാവിലെ തന്നെ കുറേ കൊച്ചുള്ളി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ അമ്മ നന്നാക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊച്ചുള്ളി ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയല്ലേ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റൈസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പഴയത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അരിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഉണ്ടാക്കാതെ വിചാരിച്ചത്. നാളെയാണെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ ശിവരാത്രിയാണല്ലോ. അപ്പോൾ കൊച്ചുള്ളി ഒരു മണിക്കൂർ ഇരുന്ന് ഞാൻ നന്നാക്കി. എന്നിട്ട് ആ തൊലിയെല്ലാം കൂടെ റോസേൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് സവാള ഒരുക്കുവാണ്. സവാളയും നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയത് തീരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ അതും ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അമ്മ കറിയുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കറി ഏകദേശം ആയിട്ടുണ്ട്. നല്ല കുറുകിയ കറി ഇട്ടോ. കൊച്ചുള്ളി ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഗ്രേവിക്ക്. പിന്നെ റൈസും ഉണ്ടാക്കി, മുട്ടയും പുഴുങ്ങി. പിന്നെ സാലഡ് ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് ഈ തൈരിട്ട സാലഡാണ് ഇഷ്ടം. അപ്പോൾ തൈര് ഉണ്ടായിരുന്നില്ല. പിന്നെ വിനാഗിരിയൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ പപ്പടവും കാച്ചി, അച്ചാറും ഉണ്ടായിരുന്നില്ല. ഉള്ളതെല്ലാം വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വിശപ്പുള്ള സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണേലും അച്ചാറും പപ്പടമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചോളും.